തിരുസഭ 78. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുലിഖിതമാണ്. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്നും ഒരുപാട് വെളിപാടുകൾ ലഭിച്ച വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലീഹ. ഈ വെളിപാടുകൾ അനുസരിച്ച് ജീവിക്കുകയും അനേകം പേരെ ത്യാഗത്തിലൂടെ, സഹനത്തിലൂടെ, പീഡനങ്ങളിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കി മാറ്റുകയും ചെയ്ത, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ്ലീഹ. ഇപ്രകാരം തൻ്റെ ജീവിതം മുഴുവനും യേശുക്രിസ്തുവിന് വേണ്ടി ഉരിഞ്ഞു വെച്ചിട്ടും കർത്താവിന് വേണ്ടി 24 മണിക്കൂറും ഓടി നടന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ടും കർത്താവിന് വേണ്ടി ഒരുപാട് പീഡകൾ സഹിച്ചിട്ടും പൗലോസ്ലീഹ പറയാണ്, ഞാൻ വെളിപാടുകളുടെ ആധിക്യത്താൽ ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന്, ഇല്ലെങ്കിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു സഹനം ദൈവം അനുവദിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സഹനം, ഒരു മുള്ള് ദൈവം അനുവദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി നമ്മൾ അത് കണ്ടെത്തണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായി നിലകൊള്ളാതിരിക്കുവാൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്ത് അഹങ്കരിക്കാതിരിക്കുവാൻ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ എൻ്റെ സ്വന്തം നേട്ടങ്ങളായി, എൻ്റെ കഴിവിൻ്റെ ഫലമായി, ഇല്ലെങ്കിൽ എൻ്റെ ബുദ്ധിശക്തിയുടെ ഫലമായൊക്കെ സ്വന്തമായി നേടിയെടുത്ത് അഹങ്കരിക്കാതിരിക്കുവാൻ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഹനമുണ്ടാകാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. എന്നെ എളിമപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത് മേഖല എൻ്റെ ജീവിതത്തിൽ എന്താണ് എന്ന്. ആ മേഖല കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ മേഖലയോർത്ത് വിഷമിക്കാതെ, അല്ലെങ്കിൽ ആ മേഖലയോർത്ത് ദൈവത്തോട് പഴിചാരാതെ, ആ മേഖല എന്നെ എളിമപ്പെടുത്തുവാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നതാണെന്നും ഇപ്രകാരം ഒരു മേഖല എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഈ മേഖലയിലൂടെ ഇടപെടണമെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം, വളരെ ജാഗ്രതയോടുകൂടി. ഉദാഹരണമായി, മുൻകോപം ഉള്ള ഒരു വ്യക്തി, ഒരു പക്ഷേ ചിലർക്കൊരു മുൻകോപത്തിൻ്റെ ഒരു മുള്ളുണ്ടാകാം. ആ വ്യക്തി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ എന്നെ പ്രകോപിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ആ അറിവോട് കൂടി എപ്പോഴും സൗമ്യതയോടു കൂടി സംസാരിക്കുവാനും, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതിലും കാരണങ്ങളുണ്ട്, അവരിലും നന്മയുണ്ട് എന്ന ചിന്തയോടുകൂടി എളിമയിൽ സ്വീകരിക്കാനും പരിശ്രമിക്കണം. അപ്പോൾ അപ്രകാരം സ്വീകരിക്കുമ്പോൾ നമ്മൾ മുൻകോപത്തിന് അടിമപ്പെടാതെ ഒരുപക്ഷെ നമ്മളെ തന്നെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. ചില സഹോദരങ്ങൾക്ക് മദ്യപിക്കുന്ന ഒരു ശീലമുള്ള ഒരു സഹോദരങ്ങളാകാം. ദൈവം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഹനമാകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ തന്നെ ഒരുപക്ഷെ ജീവിതത്തിൽ ചില ഹാബിറ്റുകൾ നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്തതുമാകാം. ഇപ്രകാരമുള്ള ചില ദുശീലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കണം, എനിക്ക് ഈ ദുശീലം ഉള്ളതുകൊണ്ട് ഞാൻ മദ്യം വിൽക്കുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കാൻ പരിശ്രമിക്കുക. എവിടെയെങ്കിലും ഞാൻ ഈ പാപത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുള്ള സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ, വ്യക്തികൾ, കൂട്ടായ്മകൾ ഞാൻ ഉപേക്ഷിക്കുക. ഇപ്രകാരം നമ്മളെ ഒരുപക്ഷെ പാപത്തിലേക്ക് വീഴുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുവാനും ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ മുള്ള് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ മേഖലകൾ
പൂർണ്ണമായി എളിമപ്പെട്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള ഒരവസരം കൂടിയാണ്. നമ്മൾ ചിന്തിക്കുക, ദൈവമേ, ഞാൻ കുറേ വർഷമായി ഇതുകൊണ്ട് നടക്കുന്നു, ഞാൻ കുറേ വർഷമായി ഈ ഒരു മേഖലയിൽ പരിശ്രമിക്കുന്നു കരകയറാനായിട്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. എന്നാൽ ദൈവമേ, നിൻ്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ, നിൻ്റെ ഒരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ, നീ അത് ആ മുള്ള് എന്നിൽ നിന്ന് പറിച്ചെടുത്തെങ്കിൽ മാത്രമേ എനിക്കതിൽ നിന്ന് മുക്തി നേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന ആ ബോധ്യത്തോടു കൂടി നിരന്തരം ദൈവസന്നിധിയിൽ ഈ മുള്ളിനെ ഓർത്ത് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഈ മുള്ള് സമർപ്പിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആസയിലും പീലാസയിലും ഈ ബലഹീനത സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ മേഖലയെ നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. അത് നമ്മളെ അപകടത്തിൽ കൊണ്ട് എത്തിക്കാതിരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ വെച്ചിരിക്കുന്ന മുള്ളുകളെല്ലാം ദൈവചിന്തയോടുകൂടി ഏറ്റെടുത്ത് അതിൽ എളിമപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് അനുഗ്രഹമാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ.